സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത്, നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമുക്കിന്നൊരൽപ്പം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പോകാം. അതായത് നമ്മൾ അറിയുന്നത് അണ്ണാമലൈ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്നാണ്. അതായത് BJP യിൽ നിന്ന് അദ്ദേഹം സ്വയം രാജിവെച്ച് പുറത്തു വന്നു. BJP യുമായി അദ്ദേഹത്തിന് പിണക്കമുണ്ടായിട്ടൊന്നും വന്നതല്ല. ഏതായാലും നമ്മുടെ ചോദ്യം, അണ്ണാമലൈ വിജയ്ക്ക് പഠിക്കുകയാണോ? അദ്ദേഹം ഒരു നടനാകില്ല, എന്നാലും വിജയ് തുടങ്ങി വെച്ച വഴിയിലേക്ക് അണ്ണാമലൈ പോവുകയാണോ? അണ്ണാമലൈ അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപപ്പെടുത്തുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. എന്താണ് സാർ നമുക്കറിയാൻ കഴിയുന്നത്? അണ്ണാമലൈ വിജയ്ക്ക് പഠിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവായിട്ടില്ല യുവദാസ്. പക്ഷേ അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. അതാണ് ഒരു IPS ഓഫീസറുടെ ക്വാളിറ്റി അദ്ദേഹം തെളിയിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പൊള്ളാച്ചിയിൽ കണ്ട സംഭവം. അതാണ് പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഗ്രാമമല്ല, അത് പട്ടണമായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് തമിഴ് സിനിമകളിലൊക്കെ ഉണ്ട് പൊള്ളാച്ചി എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങള് മറ്റ് വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ സ്ഥലം കൂടിയാണ്. പ്രകൃതി മനോഹരമായ ഗ്രാമങ്ങളാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം അവിടെ ഏതാണ്ട് 50,000-ഓളം ആളുകളാണ് തടിച്ചുകൂടിയത് അണ്ണാമലൈ എന്ന് പറയുന്ന ഈ പ്രസംഗകനെ കേൾക്കാൻ. ഈ പറയുന്ന അദ്ദേഹം നേതാവെന്നല്ല വിശേഷിപ്പിക്കുന്നത്, സംഘാടകനെ. അദ്ദേഹത്തിന്റെ പുതിയ സംഘടനയുടെ പേര് വി ദ ലീഡേഴ്സ് എന്നാണ്. അങ്ങനെയാണല്ലോ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചത്. ഞാൻ പുതിയ രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉണ്ടാക്കുന്നില്ല, പകരം ഒരു പുതിയ സംഘടന ഉണ്ടാകുന്നു. അതിന്റെ പേര് വി ദ ലീഡേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏതാണ്ട് 40 ദിവസമായി. 40 ദിവസം മുമ്പാണ്. അത് അയ്യപ്പദാസ് ആമുഖത്തിൽ സൂചിപ്പിച്ചതാണ്. BJP-യോടെ വിട പറഞ്ഞ ശേഷം, അതായത് BJP-യിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഡൽഹിയിൽ ചെന്ന് അമിത്ഷായെ കണ്ട്, അതേപോലെ പാർട്ടി നേതൃത്വത്തെ കണ്ടിട്ട് തന്റെ രാജിക്കത്ത് സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹം തിരിച്ച് തമിഴ്നാട്ടിൽ വന്ന ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. BJP-യോട് അദ്ദേഹത്തിന് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ BJP-യുടെ തമിഴ്നാട് രാഷ്ട്രീയത്തില് BJP-ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒറ്റയ്ക്ക് നിന്നോ ഏതെങ്കിലും ദ്രാവിഡ മുന്നണിയുമായിട്ട് ചേർന്നോ തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം തമിഴ്നാടിന്റെ റിയാലിറ്റി വേറെയാണ്. നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്സ് അല്ല അവിടെ ഉള്ളത്. ഇതുവരെ ദ്രാവിഡന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ടാണ് തമിഴ്നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അവിടുത്തെ രാഷ്ട്രീയം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒന്നുകിൽ DMK വരും, അതല്ലെന്നുണ്ടെങ്കിൽ ADMK വരും. അങ്ങനെയായിരുന്നു. ഇതിനിടയിലാണ് മറ്റ് കക്ഷികൾ. BJP-ക്ക് വലിയ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ചെറിയ ചെറിയ കക്ഷികളാണ്. പാട്ടാളി മക്കൾ കക്ഷി, പിന്നെ അതേപോലെ തന്നെ വിജയകാന്തിന്റെ പാർട്ടി, കോൺഗ്രസ്. അവിടെ ഇതിനകത്തിലെ ഈ ഇതിനിടയിലെ BJP എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അമിത്ഷായുടെ ആലോചന, സൗത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യാം. അതിന് അവർ കണ്ടെത്തിയ ഒരു ഏക മരുന്നെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ അണ്ണാമലയായിരുന്നു അവർ കണ്ടെത്തിയത്. അദ്ദേഹം വളരെ തിളക്കമാർന്ന IPS ട്രാക്കർ ഇതിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം അതിൽ നിന്ന് സ്വയം രാജിവെച്ച ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. വന്ന ശേഷം BJP-യുമായിട്ട് ഒരു 5-6 വർഷം മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുന്നു. പിന്നീട് അവർ മനസ്സിലാക്കി ഈ അണ്ണാമലയുടെ പ്രസംഗ ശേഷിയും സംഘടനാ പാഠവും തമിഴ് മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ്, അതാണല്ലോ തമിഴ് മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് മനസ്സിലാക്കിയ ശേഷമാണ് അണ്ണാമലയ്ക്ക് നിർണായകമായ ചുമതലകൾ കൊടുത്ത് അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കാനായിട്ട് നോക്കിയതാണ്. അദ്ദേഹം ആദ്യം ഒറ്റയ്ക്ക് മത്സരിച്ചു. മറ്റാരുടെയും സഹായമില്ലാതെ BJP ഒറ്റയ്ക്ക് നയിച്ചു കൊണ്ടുപോയി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വോട്ടിംഗ് ശതമാനമൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തു. പക്ഷെ BJP-ക്കകത്തില് അപ്പോഴുണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ വന്നപ്പോഴും അണ്ണാമലയ്ക്ക് ഈ പാർട്ടി ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ചുകൂടെ ഒരു അമിതാവേശം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യാം, അണ്ണാമലയെ മാറ്റി നിർത്താം, ഏതെങ്കിലും ഒരു ദ്രാവിഡ മുന്നണിയുമായിട്ട് കൈകോർക്കാം. അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദ്രാവിഡ മുന്നണിയിൽ ആരെങ്കിലും ഇല്ലാതെ തമിഴ്നാട്ടിൽ ജയിക്കാൻ സാധ്യമല്ല എന്ന് ഈ പറയുന്ന BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് തോന്നിക്കാണാം. അങ്ങനെ
അവരുടെ സമ്മർദ്ദത്തിന്റെ പ്രകാരമായിട്ട് അണ്ണാമലൈ ഒരു വശത്തേക്ക് മാറ്റപ്പെടുന്നു. മാറ്റിയ ശേഷം അവർ AIDMKയുമായിട്ട് സഖ്യത്തിന് പോകുന്നു. പക്ഷെ അന്നും അണ്ണാമലൈ സൂചിപ്പിച്ചിരുന്നു, അണ്ണാമലൈ അദ്ദേഹം എപ്പോഴും കാര്യകർത്താവെന്നേ പറയാറുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പെറ്റായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു അദ്ദേഹം. അന്ന് ചില സൂചനകളൊക്കെ കൊടുത്തിരുന്നു. തമിഴ്നാട്ടിൽ DMK ഈ ദ്രാവിഡ കക്ഷികളുമായിട്ട് ചേർന്ന് നിന്നാൽ BJP ഒരു കാലത്തും വളരാൻ പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു അഴിമതിരഹിത ഭരണമാണ് വേണ്ടത്. തമിഴ് ജനത അതാണ് ആഗ്രഹിക്കുന്നത്. തമിഴ്നാട്ടിലെ എല്ലാത്തിലും കമ്മീഷനും അഴിമതികളുടെയും കൊടിയ അഴിമതികളുടെ, നിസ്സാര അഴിമതികളല്ല. നമ്മുടെ 2G സ്പെക്ട്രത്തിൽ പറഞ്ഞതുപോലെ 1,80,000 കോടിയുടെ അഴിമതികൾ വരെ നടത്താൻ ധൈര്യമുള്ള നേതാക്കന്മാരാണ്. ധൈര്യം ഉണ്ടായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ കുറച്ചു കാലം ജയിലിൽ കിടന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രശ്നവുമില്ലാത്ത നേതാക്കന്മാരാണ് തമിഴ്നാട്ടിലുള്ളത്. പിന്നെ നമ്മളിപ്പോ കേട്ടില്ലേ, സ്റ്റാലിന്റെ ഭരണം അവസാനിച്ച ശേഷം അവിടെ ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന വിജയ് സർക്കാർ അവരഴിമതിക്കെതിരെ വലിയ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വരുന്ന പുതിയ കണക്കുകൾ എങ്ങനെയാണ് കേൾക്കുന്നത്? തമിഴ്നാട്ടിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൈക്കൂലിയായിരുന്നു. അതായത് മൊത്തം പദ്ധതി ചെലവിന്റെ 25% ഈ പറയുന്ന ഭരണാധികാരികളും കൈക്കൂലി കൊടുക്കണമായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില പുതിയ ടെൻഡർ നടപടികളിലേക്കുള്ള ഇത് നോക്കുക. ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു വർക്ക് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തപ്പോ എടുക്കാൻ 25 ലക്ഷം രൂപ അലോട്ട് ചെയ്ത് കൊടുത്തു. അതിന്റെ അവസാനം ടെൻഡർ പോയിരിക്കുന്നത് ഇപ്പൊ 19 ലക്ഷം രൂപയ്ക്കാണ് 3-4 ആളുകൾ കോട്ട് ചെയ്തിരിക്കുന്നത് പിടിച്ചോളാമെന്ന് എന്ന് പറഞ്ഞ 6 ലക്ഷം രൂപ താത്താണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത് അത് നമ്മളെ സൂചിപ്പിക്കുന്ന കാര്യം ഒരു നിസ്സാര ടെൻഡറിന്റെ കാര്യമാണ്. 25 ലക്ഷം രൂപ ഒരു മൈനർ ടെൻഡറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും തുക അവിടെ എക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്, ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇതിനെതിരെയാണ് ഇപ്പൊ വിജയ് സർക്കാർ, അങ്ങനെയാണല്ലോ വിജയ് സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവരുടെ പ്രഖ്യാപനം തന്നെയായിരുന്നു. വിജയിക്കുണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സിനിമാ നടന്റെ മേലങ്കിയോട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ദ്രാവിഡ പൊളിറ്റിക്സിനെ എടുത്ത് കളയാൻ അവരെ കൊണ്ട് സാധിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ അതായത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പാണ്, ഒരു റാലിയാണ് അവിടെ നടത്തിയത്, പൊള്ളാച്ചി നടത്തിയത്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ രമേശ് ചെന്നിത്തല നടത്തുന്നത് പോലെ ഉള്ള തൂഫാൻ ലഹരി വേട്ട. അപ്പൊ കേരളം നമ്മൾ കാണുന്നുണ്ടല്ലോ, 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചതിന്റെ ഒരു അവസ്ഥ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ലഹരിയാണ്, ലഹരി വസ്തുക്കൾ പിടുത്തമാണ് അല്ലെ. പെട്ടിക്കടകളിലൊക്കെ ദിവസവും ഇഷ്ടം പോലെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലഹരി വിരുദ്ധത്തിനെതിരെയാണ് ഇത്തരം ക്യാമ്പയിൻ തൂഫാനാണ് ഇപ്പൊ അവിടെ നടന്നു നിൽക്കുന്നത്. അതിനകത്തിലാണ് ഈ 50,000-ഓളം വോളണ്ടിയേഴ്സ് പങ്കെടുത്തിരിക്കുന്നത്. പ്രവർത്തകർ എന്നുള്ള വോളണ്ടിയേഴ്സ് ആണ് അദ്ദേഹം പറയുന്നത്. അതില് 15% ആളുകള് 18-നും 25-നും വയസ്സ് മധ്യ പ്രായമുള്ള യുവാക്കളാണ്. എപ്പോഴും അങ്ങനെയാണ്. അണ്ണാമലയുടെ ലക്ഷ്യം അതാണ്, ചെറുപ്പക്കാരിലേക്ക് തന്റെ മെസ്സേജ് എത്തിക്കുക. അണ്ണാമലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ബാക്കി വരുന്ന 40% ആളുകള് 25-നും 40 വയസ്സിനും മധ്യ പ്രായമുള്ളവരാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അതിന് മുകളിലൊക്കെ ഉള്ളവർ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കാരണം അവിടെ പിന്നെ അത് ആവശ്യമില്ല. 40 വയസ്സിന് മുകളിൽ നമ്മളൊരു ബോധവൽക്കരണത്തിന്റെ കാര്യമില്ലെന്നാണ് പറയുന്നത്. അവരെ കൂടെ ബോധവൽക്കരിക്കാൻ ഈ പറയുന്ന തന്റെ വോളണ്ടിയേഴ്സ് മതിയാവും എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളപ്പോ നിങ്ങൾക്ക് TVK ഇവിടെ ഭരണം നടത്തുന്നുണ്ടല്ലോ, ഈ TVKയുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന്റെ പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. കാരണം TVKയുടെ ഒരു MLA-മാർക്കും അങ്ങനെ ഭരണപരിചയമുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ള ആളുകളാണ് അതിനകത്തൊരു ഒരാൾക്കൂട്ടം വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മുഖ്യമന്ത്രി എന്തൊക്കെയോ ചില ഈ പറയുന്ന അജണ്ടകളുടെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അഴിമതി രഹിതമാക്കും എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് അതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും, പ്രവർത്തിച്ച് കാണിക്കാൻ സാധിക്കും. 40 ദിവസം കൊണ്ട് നിങ്ങളത് കണ്ടില്ലേ. 50,000 പേരെ കൂട്ടാൻ എന്നെ പോലെയുള്ള ഒരാളിന് സാധിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് പശ്ചാത്തലമുണ്ട്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പശ്ചാത്തലമില്ല, സാമ്പത്തിക ശേഷി കയ്യിലില്ല. പിന്നെ എന്ത് പറ്റുന്നു? അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, മനസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേരള പൊളിറ്റിക്സിലെ ഒരിക്കല് പിണറായി വിജയൻ VS അച്യുതാനന്ദനെ കളിയാക്കിയത് അങ്ങനെയാണല്ലോ. കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വെള്ളത്തിന് ബക്കറ്റിൽ വെള്ളത്തിനൊക്കെ ഉള്ള ശക്തി വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചെറിയ കൈത്തോടുകൾക്ക് ശക്തി വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ അണ്ണാമലൈ ഒരു വലിയ കടലായിട്ട് മാറുകയാണ്, ഒരു വലിയ സമുദ്രമായിട്ട് അണ്ണാമലൈ നിൽക്കുകയാണ്. അദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു പക്ഷെങ്കിൽ തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ആവേശം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇപ്പൊ തമിഴ്നാട് പൊളിറ്റിക്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സൂചന.
അദ്ദേഹത്തിന് ഇനി ആകെ കൂടെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ താരത്തിന്റെ, അദ്ദേഹം ഒരു സിനിമാ താരമായിരുന്നില്ല ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിലും വലിയൊരു ഇമേജ് ഉണ്ട്. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. വളരെ അവിടുത്തെ തമിഴ്നാട്ടിലെ ജനതയോട്, അവിടുത്തെ സാധാരണ അമ്മമാരോടൊക്കെ അദ്ദേഹം കമ്മ്യൂണിക്ക് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെയേറെ, ഇത്രയേറെ ഇന്റിമസി, അവരുമായിട്ട്, അവരുടെ മനസ്സുമായിട്ട് അവരുടെ തൊട്ട് ചേർന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അത് അണ്ണാമലയുടെ ഒരു വലിയ ശക്തിയാണ്. അതൊരു വലിയ ശക്തിയാണ്. അത് പണ്ട് BJP തിരിച്ചറിഞ്ഞതാണ്, പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. സർ, അത് അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഇടപെടൽ കൊണ്ടല്ലേ? അണ്ണാമലയുമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ടത് ശരിയാകാതെയല്ലേ ആ വിഷയമൊക്കെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഈ പ്രാദേശിക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കണം. തമിഴ്നാട് പൊളിറ്റിക്സ് അവരുടെ ഒതുങ്ങി നിൽക്കണം. അണ്ണാമലയെ പോലെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ ഈ മാതിരി പറയുന്ന കക്ഷി രാഷ്ട്രീയം, കമ്മീഷൻ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അല്ല സർ, വെട്ടിപ്പും തട്ടിപ്പും നടക്കില്ല. DMK പിടിച്ചത്, DMK പ്രമുഖന്മാരായ നേതാക്കന്മാർക്കെതിരെയല്ലേ ആദ്യം അണ്ണാമലൈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത്. എത്ര ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അല്ലെ? 1-2 പേരെ അറസ്റ്റ് ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ശക്തനായ ഒരു, വളരെ കഴിവുള്ള ഒരു പോലീസ് ഓഫീസറാണ്, ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന അദ്ദേഹം കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് BJPയോട്, അദ്ദേഹത്തിന്റെ സംഘടന, അന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽപ്പെട്ട താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ഒരു അസൂയയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഭീതിയാണ്. ഒരു പക്ഷെങ്കിൽ അണ്ണാമലൈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 MDR ആയിട്ട് മാറുമോ? MDR ആണല്ലോ ഇതിനെതിരെ, അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം ആദ്യം തമിഴ്നാട്ടിൽ പ്രഖ്യാപിക്കുന്നത്. അത് DMK-യുടെ, കരുണാനിധിയുടെ സർക്കാരിന്റെ അഴിമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് MGR വരുന്നത്. അതിലും വലിയ തിരിച്ചടി ഉണ്ടാകാമോ? ഞാൻ പറഞ്ഞൊരു 10 MGR ആയിട്ട് ഒരു പക്ഷെങ്കിൽ അണ്ണാമലൈ മാറാവുന്നതാണ്. ഇപ്പോഴത്തെ സംഭവങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 40 ദിവസം കൊണ്ട് 50,000 മെമ്പേഴ്സിനെ അണിനിരത്താൻ കഴിയുന്നുവെങ്കിൽ, അവർക്ക് വ്യക്തമായ ഐഡന്റിറ്റിയോടുകൂടിയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ലോറിയെ ഒരാളിനെ കൊണ്ടുപോകുന്ന ഏർപ്പാടല്ല, ലോറിയെ കൂലിക്കാളിനെ വിളിച്ച് കൊണ്ടുപോകുന്ന ഏർപ്പാടല്ല. കൃത്യമായിട്ട് 50,000 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ബാഡ്ജോടുകൂടിയാണ്, ഐഡന്റിഫിക്കേഷൻ ബാഡ്ജോടുകൂടിയാണ് അത്ര ആളുകൾ അവിടെ പങ്കെടുത്തിരിക്കുന്നത്. വളരെ അച്ചടക്കത്തോടാണ് പരിപാടിയായിരുന്നു. പൊള്ളാച്ചിയെ ഇളക്കി മറിച്ച പരിപാടിയായിരുന്നു, ഒരു വൻ പരിപാടി. നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അതിന്റെ ഒരു കവറേജ് വന്നില്ല. അതിന്റെ ഒരു സാധ്യത കാരണം ഒരു പക്ഷെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും തോന്നുന്നു തമിഴ്നാട്ടിൽ തന്നെ ചില മാധ്യമങ്ങളിലാണ്, വളരെ അപൂർവമായ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെയാണ് അതിന്റെ വിഷ്വൽസ് പുറത്തു വരുന്നത്. വലിയ വിപ്ലവമാണ് അണ്ണാമലൈ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ തൃശ്ശിനാപ്പള്ളിയിൽ വരുന്ന ആദ്യത്തെ ബൈ ഇലക്ഷൻ, തമിഴ്നാട്ടിൽ നേടാൻ പോകുന്ന ആദ്യത്തെ ബൈ ഇലക്ഷനില് ഇവർ ഒരു പക്ഷെങ്കിൽ മാറ്റുരയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ശക്തി പരീക്ഷിക്കുമെന്നാണ് കേൾക്കുന്നത്. അതന്നെ ചില സൂചനകൾ വന്നു കഴിഞ്ഞ് ഇവിടെ ജയിക്കാനോ ഒന്നുമല്ല, തൃശ്ശിനാപ്പള്ളിയിൽ ജയിക്കാനല്ല, പക്ഷെ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രസൻസ് എന്താണെന്ന് ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഒരു ദ്രാവിഡ മുന്നണി ഇല്ല, കോൺഗ്രസ് ഇല്ല, മറ്റേ മുസ്ലിം ലീഗ് ഇല്ല, TVK ഇല്ല. ഇതിന്റെ എല്ലാം നടുക്ക് നിന്നുണ്ട് BJP ഇല്ല. ഇതിന്റെ എല്ലാം നടുക്ക് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കാം എന്നുള്ളതാണ് ഒരു പക്ഷേ. ഏതായാലും സാർ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, BJP കേന്ദ്ര നേതാക്കൾ അദ്ദേഹത്തിനെ ഇപ്പോഴും മാറ്റി നിർത്തിയിട്ടില്ല. പ്രാദേശിക നേതാക്കൾക്കുള്ള ആ ഒരു എതിർപ്പായിരിക്കാം ഈ വിഷയം ഉണ്ടായത്. എങ്കിലും വരും ഭാവിയിൽ അദ്ദേഹം വീണ്ടും BJP ഉൾപ്പെടുന്നൊരു മുന്നണിയിലെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പൊന്നാണ്, അങ്ങനെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. BJPയുടെ കൈ കെട്ടിയ ഒരു പൊന്നായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്നത്. എന്തിനാണ് അതിനെ കളഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. തനി തങ്കമായിരുന്നില്ലേ, 24 കാരറ്റ് തങ്കമായിരുന്നില്ലേ നിങ്ങൾക്ക് കിട്ടിയത് രാഷ്ട്രീയത്തില്? എന്തിനത് നഷ്ടപ്പെടുത്തി? അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ BJPയെ കുറ്റപ്പെടുത്താൻ അത് ഒരിക്കലും തയ്യാറായിരുന്നില്ല, ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും വളരെ വളരെ ഗാഢബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് അന്ന് പൊള്ളാച്ചിയിലെ മീറ്റിംഗ് വെച്ച് പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണെന്നുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു ഹിന്ദുവാണ്. അതെപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളിനെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അതുപോലെ എന്റെ ദേശീയത എന്ന് പറയുന്നത് ഞാനൊരു ഭാരതീയൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം എപ്പോഴും പറയുക. ഞാനൊരു ഭാരതീയനാണ്. അത് ഞാൻ കൊട്ടിഘോഷിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ കഴുത്തെ ബാഡ്ജ് എഴുതി കെട്ടിത്തൂക്കേണ്ട കാര്യമോ അല്ല.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയിച്ചിരുന്നോ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി കൂടിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അദ്ദേഹം അതും പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ, അങ്ങനെ ഒരു ഏതായാലും അണ്ണാമലൈ ഒരു പ്രതിപക്ഷ നേതാവായെങ്കിലും ചിലപ്പോൾ വരും ഭാവിയിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നേക്കാൻ സാധ്യത. ഇപ്പം വിജയ് ഭരിക്കുകയാണ്, ചിലപ്പോൾ ഇനി അങ്ങോട്ട് വിജയുടെ സമയമാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അണ്ണാമലയുടെ ശക്തി ചോർന്നിട്ടില്ല, അദ്ദേഹത്തോടൊപ്പം അണികൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ധരിക്കാൻ കഴിയുക, അല്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അയ്യപ്പദാസ് അങ്ങനെ തന്നെയാണ്. ആ സ്വർണ്ണത്തളികയിൽ കിട്ടിയ ആ പൊന്നെന്തിനാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്? ബി ജെ പി അവരത് തിരിച്ചറിയും അയ്യപ്പദാസ്, യാതൊരു സംശയമില്ല അത്തരം കാര്യങ്ങളില്. കാരണം വെച്ചാൽ അതിന്റെ ഒരു സൂചന ചെറുപ്പത്തിന്റെ യൂത്ത്സിന്റെ സമയമാണ് ഇനി തമിഴ്നാട് പൊളിറ്റിക്സില്. ഈ പറയുന്ന 50 വയസ്സിന് മുകളിലുള്ളവരുടെ അത്തരം രാഷ്ട്രീയങ്ങൾ അവസാനിച്ചിരിക്കുന്നു, അഴിമതിയുടെ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുന്നു. വിജയിയുടെ ഓരോ നിലപാടുകൾ നമ്മൾ നോക്കുക. വിജയ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിജയുടെ ശ്രദ്ധ മുഴുവൻ യൂത്ത്സ് ചെറുപ്പക്കാരിലേക്കാണ് വരുന്നത്. അഴിമതിരഹിതമായ ഭരണം, എന്ത് നോക്കിയാൽ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധമാണ് അദ്ദേഹം നടത്തുന്നത്. അതിനൊട്ടും മോശക്കാരനല്ല ഈ പറയുന്ന അണ്ണാമലൈ എന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ വിജയിയെക്കാട്ടിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തും. വിജയ്ക്ക് ചിലപ്പോൾ ഒരു ഈവന്റ് മാനേജ്മെന്റ് ടീം വേണ്ടി വരുമായിരിക്കും, അണ്ണാമലൈക്ക് അതിന്റെ പോലും ആവശ്യമാണ്. അത്ര തലച്ചോറാണ്. നമ്മൾ പല സമയത്തും അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ കേട്ടാൽ നമുക്കറിയാം. അവരുടെ വിദേശത്തൊക്കെ നടന്നിട്ടുള്ള ഡിസ്കഷനില്, സെമിനാറുകളില്, പ്രബന്ധങ്ങളില്, ചർച്ചകളിലൊക്കെ അണ്ണാമലൈയുടെ ഒരു വിഷൻ നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അണ്ണാമലൈ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം, തമിഴ്നാട്ടിൽ വീണ്ടും അണ്ണാമലൈ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൂട്ടം ജനത അത് വളരെ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങളുണ്ട് തമിഴ്നാട്ടില്. നമ്മൾ നിന്ന് രാജിവെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും മറ്റേ ഇതിനകത്തിന്റെ ഒഫീഷ്യൽ ഇതിലൊക്കെ വന്നിരുന്ന ഫോളോവേഴ്സിന്റെ എണ്ണം കണ്ടോ? ചിലർ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്, ഒരു വിലാപം നടത്തുന്നുണ്ട്. ചിലരങ്ങനല്ല, വളരെ ആത്മധൈര്യം കൊടുക്കുന്നുണ്ട്. ചിലർ പറയുന്നത് യു ആർ ദ റൈറ്റ്, നിങ്ങളാണ് കൃത്യമായ ശരിയായ ലീഡർ, നിങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ തമിഴ്നാട് പൊളിറ്റിക്സിൽ അദ്ദേഹം സൃഷ്ടിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വേറെ ചിലരുടെ സംശയത്തോട് പറയുന്നത് ഇദ്ദേഹത്തിന് ബി ജെ പിയുടെ ഒരു ഷാഡോ സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. ബി ജെ പിക്ക് ഒരു ബേസ് ലെവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ബി ജെ പി തന്നെ തയ്യാറാക്കി വിട്ടിരിക്കുന്ന ഒരു ഷാഡോ പൊളിറ്റീഷ്യനാണ്, പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു പ്രചാരകനോ ആണെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ കാത്തിരിക്കാം, അല്ലേ സാർ? നമുക്ക് ഏതായാലും കാത്തിരിക്കാം, കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. താങ്ക് യു സാർ, താങ്ക് യു.